ബംഗാൾ ഫയൽസ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് തടഞ്ഞ് കൊൽക്കത്ത പോലീസ്. ഫാസിസ്റ്റ് നടപടിയെന്ന് വിവേക് അഗ്നിഹോത്രി. ബംഗാളിൽ ക്രമസമാധാന നില തകർന്നതായും വിവേക് അഗ്നിഹോത്രി. കൊൽക്കത്ത കലാപം ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ബംഗാൾ ഫയൽസ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റമാണ് മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും കൊൽക്കത്ത കലാപത്തെ ചിത്രീകരിക്കുന്ന സിനിമയാണ് ബംഗാൾ ഫയൽസ്. എന്താണ് സംഭവിച്ചത്? നിലിമ 1946 കൊൽക്കത്ത കലാപം ആസ്പദമാക്കി വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ് ബംഗാൾ ഫയൽസ്. അതിന്റെ ട്രെയിലർ ലോഞ്ചാണ് ഇന്നിപ്പോൾ കൊൽക്കത്തയിൽ ബംഗാൾ പോലീസ് തടഞ്ഞിട്ടുള്ളത്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതികരണങ്ങൾ ഇപ്പോൾ വിവേക് അഗ്നിഹോത്രി തന്നെ നടത്തിയിട്ടുള്ളത്. ഇത് ഫാസിസം അല്ലെങ്കിൽ മറ്റെന്താണ് എന്നുള്ള ചോദ്യമാണ് വിവേക് അഗ്നിഹോത്രി നടത്തിയത്. എന്ത് കാരണത്തിലാണ് ട്രെയിലർ തടഞ്ഞത് എന്ന് ഇതുവരെ പോലീസോ അല്ലെങ്കിൽ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഹോട്ടലിലെ മാനേജ്മെന്റോ ഇതുവരെ അറിയിച്ചിട്ടില്ല. പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ചില ആളുകളെത്തി ആ പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും അതിന്റെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഓഫാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫാസിസമാണ്. സംസ്ഥാനത്ത് ഈ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നടിഞ്ഞു. ബംഗാളിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്നുള്ളതാണ് അഗ്നിഹോത്രി ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ സിനിമയുടെയും അണിയറ പ്രവർത്തകരും ഇത്തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചോദിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോട് കൂടിയായിരുന്നു ബംഗാൾ ഫയൽസിന്റെ ട്രെയിലർ ലോഞ്ചിങ് നിശ്ചയിച്ചിരുന്നത്. അതിന്റെ പരിപാടികൾ ആരംഭിക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആ പരിപാടി പോലീസ് ഇടപെട്ടുകൊണ്ട് തടഞ്ഞിട്ടുള്ളത്. നേരത്തെ കൊൽക്കത്ത കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം കശ്മീർ ഫയൽസ് എന്ന സിനിമ വിവേക് അഗ്നിഹോത്രി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിരുന്നു. ജമ്മു കശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഭീകരത വളരെ കൃത്യമായി ചിത്രീകരിക്കുന്ന ചിത്രമായിരുന്നു കശ്മീർ ഫയൽസ്. അതിനുശേഷം ഇപ്പോൾ ബംഗാൾ ഫയൽസ് എന്ന ചിത്രം ഒരുക്കുകയും അത് സെപ്റ്റംബർ 5-ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയുമാണ് വിവേക് അഗ്നിഹോത്രി. റിലീസിന് മുൻപായി ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ഇന്ന് തീരുമാനിച്ചത്. ആ ട്രെയിലർ ലോഞ്ചാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് തടഞ്ഞിട്ടുള്ളത്. ഇത് ഫാസിസം അല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യമാണ് വിവേക് അഗ്നിഹോത്രി ഉയർത്തിയത്. നീലിമ. ജിഷ്ണു, ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം, കേരള സ്റ്റോറിയോട് ഇവിടെ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാട് തന്നെയാണ് ബംഗാളിലെ മമതാ സർക്കാരും ഈ ബംഗാൾ ഫയൽസിനോട് എടുത്തിരിക്കുന്നത്. അതിലെ പ്രമേയം തന്നെയാണ് വലിയ വിഷയം. അതിൽ ജനസംഖ്യ ആനുപാതികമായി ജനസംഖ്യയുടെ ചില പ്രത്യേക മേഖലകളിൽ ഉണ്ടാകുന്ന വളർച്ച അത് ഒരു സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വളരെ കൃത്യമായി ചിത്രീകരിക്കുകയാണ് ബംഗാൾ ഫയൽസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മമതാ സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് എതിരാവുകയാണ് ഈ സിനിമ എന്നത് കണ്ടുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരെ വലിയ വിമർശനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് അടക്കം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജിഷ്ണു. തീർച്ചയായും ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുതകൾ അല്ലെങ്കിൽ പലരും മൂടിവെക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്ര വസ്തുതകൾ മുൻപിലേക്ക് എത്തുമ്പോൾ അതിനെ തടയുകയും അത്തരം സിനിമകൾ തന്നെ നിരോധിക്കുകയും അത്തരം ആവിഷ്കാരങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ കേരള സ്റ്റോറിക്ക് നേരെ കണ്ടിട്ടുള്ളതാണ്. ബംഗാൾ ഫയൽസിന് നേരെയും സമാനമായിട്ടുള്ള എതിർപ്പുകൾ ബംഗാളിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബംഗാൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്ന നേരത്തെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അസഹിഷ്ണുതയോട് കൂടി ആണ് ബംഗാൾ ഫയൽസിനെ നേരത്തെയും മമതാ ഭരണകൂടവും ഒപ്പം ഒരു വിഭാഗം ആളുകളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പക്ഷേ ചരിത്ര വസ്തുതയാണ് താൻ ഈ സിനിമയിലൂടെ പറയുന്നതെന്നും അത് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തണം എന്നുള്ള കാര്യം വിവേക് അഗ്നിഹോത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. സെപ്റ്റംബർ 5-ന് സിനിമയുടെ റിലീസ് ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നിലവിൽ അതിന് യാതൊരു തരത്തിലുമുള്ള തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ട്രെയിലർ ലോഞ്ച് നടത്താനിരിക്കുമ്പോഴാണ് അത് ആ പരിപാടി ആരംഭിക്കുമ്പോഴാണ് ആ പരിപാടി പോലീസ് ഇടപെട്ടുകൊണ്ട് തടഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എന്താണ് കാരണമെന്നോ എന്തുകൊണ്ടാണ് ഈ ട്രെയിലർ ലോഞ്ച് തടഞ്ഞത് എന്നോ ഒരു വിശദീകരണം നൽകാൻ പോലും കൊൽക്കത്ത പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും ഉയരുന്നുണ്ട്. സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനം ഉയർന്നു. സംസ്ഥാനത്ത് ബംഗാളിൽ ക്രമസമാധാന നില തന്നെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർച്ചയായും ബംഗാൾ ഫയൽസ് കാണണം, അതിന്റെ ഉള്ളടക്കം കാണണം. ബംഗാളിൽ എന്താണ്, കൊൽക്കത്തയിൽ 1946 എന്താണ് നടന്നത് എന്ന് കാണണം എന്ന ആഹ്വാനമാണ് വിവേക് അഗ്നിഹോത്രി നടത്തിയത്. നീലിമ. മാത്രവുമല്ല, വിവേക് അഗ്നിഹോത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ നിശബ്ദനായിരിക്കില്ല. വളരെ കൃത്യമായി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന സൂചനയല്ലേ അദ്ദേഹം നൽകുന്നത്?
തീർച്ചയായും അത്തരത്തിലുള്ള നടപടികൾ വിവേക് അഗ്നിഹോത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വിവേക് അഗ്നിഹോത്രി നടത്തിയിട്ടില്ല. കാരണം ഏത് രീതിയിൽ അതിന്റെ പരാതികൾ നൽകണം, കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണവും ഈ ട്രെയിലർ ലോഞ്ച് തടഞ്ഞിട്ടുള്ള നടപടിയും പരിശോധിക്കുമ്പോൾ പോലീസ് നേരിട്ട് വന്ന് അവിടെ ആ പരിപാടി തടസ്സപ്പെടുത്തുന്നതിന് പകരം അവിടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്യുകയും ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇത് കൊൽക്കത്തയിലെ ഒരു ഹോട്ടലിലായിരുന്നു പരിപാടി നിശ്ചയിച്ചത്, ആ ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരിപാടി മുൻപോട്ട് കൊണ്ടുപോകുന്നത് തടയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ്. ഓക്കെ ജിഷ്ണു, വലിയ അസഹിഷ്ണുതയാണ് നമ്മൾ കാണുന്നത്. ബംഗാൾ ഫയൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് തടഞ്ഞ് കൊൽക്കത്ത പോലീസ്. വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്.